6 മാസം ഭൂമിയിലെ സൂര്യൻ ഉദിക്കാത്തൊരു സ്ഥലം. അവിടെ ഒരു റിസർച്ച് സെന്റർ വെച്ചേക്കുന്നു. കൂടാതെ ആ സ്ഥലത്തേക്ക് വലിയൊരു ചുഴലിക്കാറ്റും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിസർച്ച് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കൂടാതെ അതേ റിസർച്ച് സെന്ററിനുള്ളിൽ ഒരു കൊലപാതകം നടക്കും. എന്തായാലും ആ സ്ഥലത്തേക്ക് വേറെ ആരും വരത്തില്ല. അതുകൊണ്ട് റിസർച്ച് സെന്ററിനുള്ളിലുള്ള ഒരാൾ തന്നെയാണ് കൊലയാളി. അങ്ങനെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ 50 വർഷമായിട്ട് അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യം ഇവർ കണ്ടുപിടിക്കുന്നു. കൂടാതെ ആ ഒരു ചുഴലിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വെറും 72 മണിക്കൂർ മാത്രമേ ഇവർക്ക് ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ഇവർ രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് സൂര്യനില്ലാതെ ഇരുട്ടില് അവർ ആ സ്ഥലത്ത് പെട്ടുപോകും. ഇങ്ങനെ ഇത്രയും സാഹചര്യങ്ങളിൽ നിന്നും അവരെങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുന്നു എന്ന് ഓരോ നിമിഷവും നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു സ്റ്റോറി പറയുന്ന മൂവിയാണ് 2009 പുറത്തിറങ്ങിയ വൈറ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു മൂവി. ഈ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ. കൂടാതെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടേക്ക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് 1957. ഇപ്പോൾ ഒരു വലിയ മഞ്ഞു മൂടിയ പ്രദേശത്തിന് മുകളിലൂടെ ഒരു കാർഗോ പ്ലെയിൻ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിനുള്ളിൽ വിലപിടിപ്പുള്ള എന്തോ ഒരു കാര്യമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനകത്തുള്ള പൈലറ്റും കോ പൈലറ്റും പരസ്പരം പറയുന്നുണ്ട്, നമ്മൾ എത്തിച്ചേരാനുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഇനി വെറും 6 മണിക്കൂറത്തെ യാത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട ആ ഒരു ജോലി തീർക്കണമെന്ന് പറയുമ്പോൾ കോ പൈലറ്റ് അവനോട് പറയും, ശരി നീ എന്തായാലും പ്ലെയിൻ നല്ലതുപോലെ ഓടിക്ക്, പുറകിലേക്ക് പോയിട്ട് അവരുടെ കാര്യം ഞാൻ തീർത്തോളാന്നും പറഞ്ഞ് കോ പൈലറ്റ് ആ ഒരു കാർഗോ ഉള്ള ഭാഗത്തേക്ക് വരും. അവിടെയാണെങ്കിലും കുറച്ച് പേര് ഇരുന്നുറങ്ങുന്നുണ്ട്, 1-2 പേര് വേറെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് വന്ന കോ പൈലറ്റ് ഇവരുടെ അടുത്തേക്ക് ഒരു മദ്യം വെച്ചിട്ട്, ഓക്കെ ഈ തണുപ്പിന് നമുക്കിതൊന്ന് അടിച്ചാലോ എന്ന് പറഞ്ഞ് ഇപ്പൊ ഓരോരുത്തരായിട്ട് അത് കുടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കും അവന്റെ കയ്യിലുള്ള ആ ഒരു കുപ്പി പെട്ടെന്ന് താഴെ വീഴുമ്പോൾ അതെടുക്കാനായിട്ട് ഒരുത്ത കുനിയുന്നതും കോ പൈലറ്റ് അവന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് അവിടെയുള്ള ഒരുത്തനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. ഇത് കണ്ട മറ്റൊരുത്തനാണെങ്കിലോ പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് ഇവനോട് ഫൈറ്റ് ചെയ്യുന്നതും ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ വേറൊരുത്തന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവൻ ഇപ്പോൾ ചാടി എഴുന്നേറ്റ് ഇവരോട് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അങ്ങോട്ട് കേട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ബുള്ളറ്റ് കൊള്ളുന്നതോ ഈ പ്ലെയിനിന്റെ ജനാലയില്. ഇപ്പൊ അതുകൂടി തകരുന്നതും വെളിയിലുള്ള കാറ്റെല്ലാം ഉള്ളിലേക്ക് വന്നിട്ട് ഈ വിമാനത്തിനകത്തുള്ള പല കാര്യങ്ങളും നശിക്കാൻ തുടങ്ങാണ്. വിമാനത്തിന്റെ നിയന്ത്രണവും പോയി. ഇപ്പോൾ മുന്നിലിരിക്കുന്ന പൈലറ്റിനാണെങ്കിലോ പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ പുറകിലുള്ളവരുത്തനാണെങ്കിൽ ആ ഒരു പൈലറ്റിനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. അപ്പോൾ വിമാനത്തിന്റെ മൊത്തം നിയന്ത്രണവും പോയിട്ട് അതൊരു മഞ്ഞുമലയിലേക്ക് ഇടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതൊന്നും പുറകിലുള്ളവരാണെങ്കിലും വലിയ കാര്യമാക്കുന്നില്ല. ആ ഒരു കോ പൈലറ്റിനാണെങ്കിലോ ബാക്കിയുള്ള 2 പട്ടാളക്കാരെയും ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. ഇപ്പോൾ അവിടെ പൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പെട്ടി ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അങ്ങനെ അത് നോക്കിയിരിക്കുന്നതും ഈ വിമാനത്തിന്റെ നിയന്ത്രണം പോയിട്ട് അത് വലിയൊരു മലയിലേക്ക് ചെന്ന് ഇടിച്ച് അവിടെ നിന്നും അടുത്തുള്ള ആ ഒരു മഞ്ഞു പ്രദേശത്തിലേക്ക് ഇടിച്ചിറങ്ങുകയാണ്. അങ്ങനെ ആ ഒരു വിമാനം അവിടെ വന്ന് നിൽക്കുന്നതും അതിനകത്തുള്ള എല്ലാവരും മരണപ്പെട്ടു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 50 വർഷങ്ങൾക്ക് ശേഷം അന്റാർട്ടിക്കയിലെ ആ ഒരു മഞ്ഞു പ്രദേശം നമുക്ക് കാണിച്ചു തരാണ്. ഇപ്പോൾ കാണിക്കുമ്പോൾ ആ സ്ഥലത്ത് അമേരിക്കക്കാര് എന്തോ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് വലിയൊരു റിസർച്ച് സെന്റർ തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട്. അതുമല്ല അവിടെ ഒരു 50ഓളം പേര് ജോലിയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് ഭൂമിയിലെ മനുഷ്യവാസ യോഗ്യമല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 6 മാസം പകുതി വരെ ജോലി ചെയ്യും. അത് കഴിഞ്ഞുള്ള 6 മാസം വേറെ ആളുകളായിരിക്കും അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബാച്ച് അവരുടെ ജോലി നിർത്തി പോകാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടി അവിടേക്ക് ഒരു വിമാനം വരുന്നു. അതുമല്ല അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ഈ വിമാനം ഇവിടെ നിന്ന് പുറപ്പെടും. അതിനു മുന്നേ എല്ലാവരും അവരുടെ പെട്ടിയും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ വിമാനത്തിലേക്ക് കയറണം. അങ്ങനെ ഈ ഒരു അനൗൺസ്മെന്റ് എല്ലാവർക്കും കൊടുക്കുന്നതും ഇപ്പോൾ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സന്തോഷത്തില് പെട്ടിയും ബാഗെല്ലാം പാക്ക് ചെയ്യാണ്. അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ക്യാരിയെ കാണിക്കുന്നത്. ക്യാരി ഒരു പോലീസ് ഓഫീസറാണ്. കാരണം ഈ ഒരു റിസർച്ച് സെന്ററിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണോ ഹീറോയിനെ പോലെ ഒരു പോലീസുകാർ ഇവിടെ ഉള്ളത്, അതേപോലെ തന്നെ ഒരു ഡോക്ടറും ഇവിടെയുണ്ട്. അവന്റെ പേര് കോച്ചൻ. ഇപ്പോൾ ഹീറോയിൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് റൂമിലേക്ക് വരുമ്പോൾ അവിടെ ആ ഒരു ഡോക്ടർ ഉണ്ട്. അതുപോലെ ഡോക്ടർ പറയുന്നുണ്ട്, ഓക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം. കാരണം വലിയൊരു ചുഴലിക്കാറ്റ് ഇവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് റെഡി ആയിട്ടുള്ള എല്ലാവരെയും കൊണ്ട് വിമാനങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, എനിക്ക് അത്രയും സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. സ്റ്റേഷൻ മാസ്റ്ററിനെ അവളെ കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. ഹീറോയിൻ നേരെ ആ ഒരു സ്റ്റേഷൻ മാനേജർ ഉണ്ടല്ലോ അയാളെ പോയി കാണും. അപ്പോൾ അയാൾ പെട്ടെന്ന് ഹീറോയിനോട് പറയും, മാപ്പിൽ ഒരു സ്ഥലം കാണിച്ചിട്ട് ഈ സ്ഥലത്ത് ഒരു ബോഡി കിടക്കുന്നതായിട്ട് എന്റെ പൈലറ്റ് പറഞ്ഞു. ഹീറോയിനോട് ആ സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോൾ ആദ്യം അവൾക്ക് വിശ്വാസം വരുന്നില്ല. അതൊരു ഡെഡ് ബോഡിയാണ് എന്ന് പറയുന്നതും ഹീറോയിൻ ഒരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണം. അപ്പോൾ ഹീറോയിൻ്റെ ഒരു സംശയം, അവിടെ ഉള്ളത് വെറും ബോഡിയാണോ അതോ ആ ഒരാൾക്ക് ജീവനുണ്ടോ, ഇതറിയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോക്ടറെ കൂടെ കൊണ്ടുപോകണം.
അപ്പൊ ആ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് സെന്ററിലേക്ക് ഹീറോയിൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടറിനെ അവിടെ കാണുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് വേറൊരുത്തൻ വരുന്നത്. അവന്റെ പേര് ഹേഡൻ എന്നാണ്. ഹേഡൻ, നീ ഡോക്ടറിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് പറയും, ഇല്ല ഡോക്ടറെ ഞാൻ കണ്ടില്ല. അല്ല, നിങ്ങൾ ഡോക്ടർ മാത്രമേ അന്വേഷിക്കത്തുള്ളൂ, ഞങ്ങളിന്ന് അന്വേഷിക്കത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അതൊന്നും വലിയ കാര്യമാക്കാതെ ഹീറോയിൻ ചോദിക്കും, അല്ല ഡോക്ടർ എവിടെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, വെളിയിൽ ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെന്ന് പറയും. എന്താണെന്ന് വെച്ചാലേ അടുത്ത 6 മാസത്തേക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ടുള്ള ആ ഒരു ഷിഫ്റ്റിൽ ആളുകൾ വന്നിരുന്നല്ലോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാണ്. ഇനിയുള്ള 6 മാസം ഇവിടെ എങ്ങനെയാണ് കാലാവസ്ഥ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ അടുത്ത 6 മാസത്തേക്ക് ഇവിടെ സൂര്യപ്രകാശം ഒട്ടും ഉണ്ടാവത്തില്ല, നിങ്ങൾ ഇരുട്ടിലായിരിക്കും ജീവിക്കാൻ പോകുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഇവർ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അതുമല്ല ഇവർക്ക് അതെങ്ങനെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ ആ ഒരു കോട്ടുണ്ടല്ലോ അതൊക്കെ ഊരാൻ പറയും. അപ്പൊ അങ്ങനെ അവർ ഊരുമ്പോഴത്തേക്കാണ് അടുത്തത് 2 നിമിഷത്തിനുള്ളിൽ തന്നെ ഇവരുടെ കൈയെല്ലാം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ തണുത്തുറയ്ക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലെ നിർത്തി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇവിടെ കുഴിച്ചിടേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രസ്സിലെടുത്ത് ഇടാൻ പറയുന്നതും അവരെല്ലാവരും അതേപോലെ എടുത്ത് ഇടുകയാണ്. അപ്പൊ അവിടേക്ക് വന്ന ഹീറോയിൻ ഇപ്പൊ ആ ഡോക്ടറിനെ കണ്ടിട്ട്, ഓക്കെ ഡോക്ടർ, നിങ്ങൾ എന്നോടൊപ്പം ഇപ്പൊ തന്നെ വരണം, കാരണം ഡെൽഫി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പൈലറ്റ് ഏതോ ഒരു സ്ഥലത്ത് ഒരു ബോഡി കണ്ടു എന്ന് പറഞ്ഞു, അവിടേക്ക് നമുക്ക് പോകണമെന്ന് പറയുമ്പോൾ ഈ ഡോക്ടറിന് നല്ല ദേഷ്യം, പോകാനായിട്ടുള്ള ആ സമയത്താണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കൂടെ വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഡോക്ടർ കുറേ വർഷങ്ങളായിട്ട് ഈ സ്ഥലത്ത് തന്നെ ജോലിയാണ്, ഇതുവരെ തന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. അതുമല്ല അയാളുടെ 5 വയസ്സുള്ള കൊച്ചുമകൾക്ക് ഇന്ന് ജന്മദിനമാണ്, അതുകൊണ്ട് തന്നെ അയാൾക്ക് അവിടേക്ക് പോകണം. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു ജോലി പെട്ടെന്ന് തീർത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും നേരെ വിമാനത്തിലേക്ക് കയറിയിട്ട് ആ ബോഡി കിടക്കുന്നെന്ന് പറഞ്ഞല്ലോ ആ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ പറന്ന് പോകുമ്പോൾ തന്നെ താഴെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ടിട്ട് ഇവരെല്ലാവരും ആ ഒരു പ്ലെയിൻ ഒരിടത്തേക്ക് നിർത്തി ഇപ്പോൾ നടന്ന് ആ ഒരു ബോഡിയുടെ അടുത്തേക്ക് വരുന്നു. വന്ന് നോക്കുമ്പോൾ ഒരുത്തൻ തലകിഴായിട്ട് അവിടെ വീണ് കിടക്കാണ്. ഇവൻ എങ്ങനെ ഈ സ്ഥലത്ത് വന്നു എന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്തായിട്ട് വലിയൊരു മലയുണ്ട്. ഇനിയിപ്പോ ഒരു മലയുടെ മുകളിൽ കയറാൻ പോയിട്ട് തെന്നി താഴേക്ക് വീണതാണോ എന്നിവർ സംശയിക്കുമ്പോഴത്തേക്കും ഈ മലയുടെ മുകളിലേക്ക് കയറാനായിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സും അവന്റെ ദേഹത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ മല കയറാനായിട്ട് പോയവനല്ല. അതുമല്ല ക്യാമ്പിൽ നിന്നും ഇത്രയും ദൂരം വേറെ ആരും വരത്തുമില്ല. അതുകൊണ്ട് നമുക്ക് ബോഡി എന്തായാലും പരിശോധിക്കാമെന്ന് പറഞ്ഞ് ആ മറിഞ്ഞു കിടക്കുന്ന അവന്റെ ശരീരം തിരിച്ചിടുന്നതും ശരീരത്തിന്റെ ഒരു പാതി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നു. ഏതോ ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഹീറോയിൻ വേറെ ആരോ ഷൂട്ട് ചെയ്യുന്നു. അവൻ അങ്ങനെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീണ് മരിക്കുന്നതും അങ്ങനെ അത് കാണിച്ചിട്ട് ഓക്കെ ഇവൻ ആരാണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവന്റെ ആ ഒരു ബാഡ്ജ് എടുത്ത് അവർ പരിശോധിക്കുമ്പോൾ ആന്റൺ എന്ന് പറഞ്ഞൊരു പേരാണ് അവർ കാണുന്നത്. അപ്പോൾ ഹീറോയിന് മനസ്സിലാവും, ഓക്കെ ഇവൻ നമ്മുടെ ക്യാമ്പിൽ തന്നെ ഉള്ളവനാണ്, അധികം ഇവനെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇവൻ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഹീറോയിൻ അറിയത്തില്ല. 1-2 തവണ ഹീറോയിൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലതുപോലെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവനൊരു ജിയോളജിസ്റ്റ് ആണെന്ന് ഹീറോയിന് മനസ്സിലാവുന്നത്. എന്തായാലും ഇവന്റെ ശരീരം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ ഇപ്പോൾ അവന്റെ ശരീരം ആ ഒരു ചെറിയ പ്ലെയിനിലെടുത്ത് നേരെ ഇവരുടെ ആ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുവരും. അവിടെ വരുമ്പോഴത്തേക്കാണെങ്കിലോ എല്ലാവരും ഉടനെ തന്നെ പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ ആ ഒരു സന്തോഷത്തിൽ മദ്യം എല്ലാം കഴിച്ചിട്ട് നല്ല പാർട്ടിയൊക്കെ ആഘോഷിക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ നടുവിലൂടെ ആ സ്ട്രെച്ചറിൽ അവന്റെ ബോഡിയും വെച്ച് കിടത്തിയിട്ട് തള്ളിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും കാണുന്നവർക്കെല്ലാം എന്തോ പോലെയായി. അങ്ങനെ നേരെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിക്കാൻ പോവാണ്. അപ്പൊ കാലിൽ എന്തോ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സെല്ലാം കട്ട് ചെയ്തിട്ട് ആ മുറിവ് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ കാലിലെ മുറിവിൽ തയ്യലിട്ടേക്കുന്നു. അപ്പോൾ അടുത്ത് സംഭവിച്ചൊരു മുറിവാണിത്, കാരണം അത്രയും ഫ്രഷ് ആണ്. അപ്പൊ ആ സ്ഥലത്ത് വെച്ച് തന്നെ ആരവന്റെ കാലിൽ മുറിവിന് തയ്യൽ വെച്ചിട്ടുണ്ട്. അതുമല്ല മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെയും പലയിടങ്ങളിലും മുറിവെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഷർട്ടിന്റെ ആ ഒരു ഭാഗം മാറ്റി നോക്കുമ്പോൾ അവിടെയും കോടാലി കൊണ്ട് കുത്തിയൊരു മുറിവ് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും ആക്സിഡന്റ് അല്ല, ഇവനെ ആരോ കൊന്നതാണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഓക്കെ ഇവന്റെ കാര്യത്തെ പറ്റി നമ്മളെ അറിയിച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാനായിട്ട് കഴിയത്തില്ല. അതുമല്ല ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള അവസാനത്തെ പ്ലെയിൻ 2 ദിവസം കഴിഞ്ഞാൽ പോവും. അതിനു മുന്നേ നിനക്ക് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കയ്യിലെടുക്കാൻ കഴിയോ, അത് തീർക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും അതെങ്ങനെ കഴിയും, അതൊന്നും ഒരിക്കലും കഴിയുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും ശരി അങ്ങനെയാണെങ്കിൽ നീ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ അടുത്തുള്ള നാട്ടിലേക്ക് ഈ ഒരു ശരീരം കയറ്റി വിട്ടിട്ട് അവിടെയുള്ള നമ്മുടെ ടീമിനോട് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പറയാം. എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ആകെ കൺഫ്യൂഷനായി, എന്ത് പറയണമെന്നറിയത്തില്ല. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടല്ലോ അയാൾ അവിടേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കും ഓക്കെ നിങ്ങൾ ആ ഒരു ഡെഡ് ബോഡി കണ്ടു, ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തോടെ എന്തിനാ അത് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും മാനേജർ അവൻ അപകടം സംഭവിച്ചതല്ല, അവനെ ആരോ കൊന്നതാണ്, ഒരു കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് കേട്ട സ്റ്റേഷൻ മാസ്റ്റർ നല്ലതുപോലെ പേടിക്കും. അത് കഴിഞ്ഞ് ആന്റൺ എന്ന് പറഞ്ഞ അവന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ആ ഒരു ഫയൽ ഇവരെടുത്ത് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവനോടൊപ്പം തന്നെ റോബിൻ, മോണി ഇങ്ങനെ 2 പേരും കൂടി ഉണ്ടായിരുന്നു അതേ ക്യാമ്പിൽ. അപ്പൊ ഇവരുടെ ജോലി എന്താന്ന് വെച്ചാല് ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്ന മീറ്റിറൈറ്റ് എന്ന് പറഞ്ഞ ഒരു കല്ലുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അതുകൊണ്ട് അവരെവിടെയാണ് ക്യാമ്പിട്ട് ഈ കല്ലുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ആ ഒരു സ്ഥലം ഒരാൾ മാപ്പിൽ കാണിച്ചു കൊടുക്കും.
അപ്പോൾ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും ഈ മരിച്ചവന്റെ ശരീരം കിട്ടിയിട്ടുള്ളത് ആ ഒരു ക്യാമ്പിൽ നിന്നും കുറെ അകലെ നിന്നാണ്. അപ്പോഴാണ് അയാൾ പറയുന്നത്, അതെ 3 ദിവസങ്ങൾക്ക് മുന്നേ ആ ഒരു ക്യാമ്പിൽ നിന്നും ഒരാളെ വിളിച്ചിട്ട് ആന്റൺ ഇവിടെയുണ്ടോന്ന് ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഓക്കെ, ഏത് നമ്പറിൽ നിന്ന് അവർ വിളിച്ചത് എന്ന് ചോദിച്ച് ആ ഒരു നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ അവിടെ നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് മറ്റൊരു കോൾ വരുന്നു. ഹീറോയിൻ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവരുടെ ക്യാമ്പിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് ഓസ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ക്യാമ്പുണ്ട്. അവിടെ നിന്നാണ് ആരോ വിളിക്കുന്നത്. അപ്പൊ ആ വിളിക്കുന്നത് വേറെ ആരുമല്ല, ആന്റൺ എന്ന് പറഞ്ഞ് മരിച്ച അവന്റെ ക്യാമ്പിലുണ്ടായിരുന്ന ജോൺ മുനി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനാണ്. അവനിപ്പോ ഹീറോയിനോട് പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് പറയും. അതുമല്ല അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ അതുകൂടി കേൾക്കുന്നതും ഇപ്പോൾ ഹീറോയിന് ഈ ക്യാമ്പിലെ വെതർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അടുത്തൊരു ന്യൂസ് കേൾക്കുന്നു. എന്താന്ന് വെച്ചാല് ഇവർ പ്രതീക്ഷിച്ചിരുന്ന, അതും 2 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ചുഴലിക്കാറ്റ് ഇവർ വിചാരിച്ചതിലും വളരെ വേഗതയിലും വളരെ ശക്തിയോടെയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള പൈലറ്റ് ടീമിനോട് എത്രയും പെടുന്ന ഇവിടെയുള്ള വിമാനങ്ങളെല്ലാം എടുത്ത് ഇവിടെയുള്ള എല്ലാവരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടാണ് അവർ പറയുന്നത്. അതുമല്ല ഏകദേശം ഒരു 8 ട്രിപ്പ് അടിച്ചിട്ട് വേണം എല്ലാവരെയും അവിടേക്ക് കൊണ്ടെത്തിക്കാനായിട്ട്. അപ്പോൾ അതിലെ ഒരു പൈലറ്റാണ് നേരത്തെ ഹീറോയിനോട് ഞങ്ങളെന്ന് അന്വേഷിക്കത്തില്ല എന്നൊക്കെ ചോദിച്ചല്ലോ ഒരുത്തൻ അവൻ. അപ്പോൾ ഹീറോയിനോട് പറയുന്നുണ്ട്, ഈ 8 ട്രിപ്പൊക്കെ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് അടിക്കുന്നത്, അത് കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ ഹീറോയിൻ അവരോട് മറ്റൊരു കാര്യം ചോദിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു ക്യാമ്പിൽ നിന്ന് ഒരുത്തൻ വിളിച്ചിരുന്നല്ലോ, ആ ക്യാമ്പിലേക്ക് പോകാനായിട്ട് ഹീറോയിന് ഒരു ഫ്ലൈറ്റ് വേണമെന്ന്. അപ്പോൾ അവർ പറയും, ക്യാരി നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്, ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകാനായിട്ട് പോലും ഫ്ലൈറ്റ് ഇല്ല, അതുമല്ല അവർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം, അതിനിടയിൽ നിനക്കൊരെണ്ണം തന്നു കഴിഞ്ഞാൽ ഇത്. അപ്പോൾ ഹീറോയിൻ പറയും, ഇത് ഞാൻ നിങ്ങളോട് കെഞ്ചി കേൾക്കുന്നതല്ല, ഇതൊരു ഓർഡറാണ് എന്ന് പറയുന്നതും വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയിന് അടുത്ത ആ ഒരു ക്യാമ്പിലേക്ക് എത്താൻ വേണ്ടി ഇവർ ഫ്ലൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഹീറോയിനെ കൊണ്ടുപോകാൻ പോകുന്നത് ആദ്യം ആ ഒരു ബോഡി കണ്ട ഡെൽഫി എന്ന് പറഞ്ഞൊരു പൈലറ്റ് ഉണ്ട്, അവനെയും കൊണ്ടാണ് ഹീറോയിൻ അവിടേക്ക് പോകുന്നത്. ഇപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുന്നേ ഹീറോയിൻ റെഡി ആകുമ്പോഴത്തേക്കും ഒരു തോക്കെടുത്ത് അവളുടെ കയ്യിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു തോക്ക് അവൾ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോഴേക്കും അവൾ വെട്ടുന്ന ആ ഒരു തോക്കില് ബുള്ളറ്റൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാള് അവളുടെ റൂമിലേക്ക് കയറി വരുന്നു. ഇപ്പൊ ആ ഡോക്ടർ ചോദിക്കും, അല്ല ഈ തോക്കല്ലായിട്ട് നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കാര്യം പറയും, ഇതുപോലെ അടുത്ത ക്യാമ്പിൽ നിന്നും ജോൺ മുനി എന്ന് പറഞ്ഞിട്ട് ഒരുത്ത് ഞങ്ങളെ വിളിച്ചിരുന്നു, അവിടേക്ക് പോവാണ്. അപ്പോൾ ആ ഡോക്ടർ പറയും, ശരി പോയിട്ട് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹീറോയിനും ഡെൽഫി എന്ന് പറഞ്ഞ ആ ഒരു പൈലറ്റും ഇവർ രണ്ടുപേരും ആ ഒരു വിമാനം എടുത്തിട്ട് ഇവിടെ നിന്നും ഓസ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ വരുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, വിന്റർ വരുന്നെന്ന് മനസ്സിലാക്കിയ ആ ഒരു ക്യാമ്പിലുള്ള എല്ലാവരും ഇവിടെ നിന്ന് വിമാനത്തിൽ കയറി പോയിരുന്നു. പക്ഷെ ഇവർ മാത്രം എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് ഹീറോയിന് മനസ്സിലാവാത്തത്. അങ്ങനെ അവിടേക്ക് വന്നിറങ്ങിയ ഹീറോയിനും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ എന്നും വേറെ ആരുമില്ല. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ മാത്രം ആളുണ്ട്. അതെന്താണെന്ന് പരിശോധിക്കാൻ ഹീറോയിൻ ആ ബിൽഡിങ്ങിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ നല്ല രീതിയിൽ കാറ്റുണ്ട്, ആ ഒരു ചുഴലിക്കാറ്റിന്റെ ഭാഗമാണ്. അതുമല്ല അതോട് തന്നെ ഈ ബിൽഡിങ്ങിൽ നിന്നും അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നടുവിലൂടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഹീറോയിനും ആ ഒരു കയറ് പിടിച്ചിട്ട് ആ കാറ്റിലൂടെ തന്നെ നടന്നു കിടന്ന് അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് എത്തി. അതിന്റെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ ഹീറോയിൻ അകത്ത് ചെയ്തിട്ട്, ഹേയ് ജോൺ മുനി നീ എവിടെയാന്ന് ചോദിച്ച് ഓരോ റൂമിലൂടെ നടന്ന അവസാനം ഒരു റൂമിലേക്ക് എത്തുമ്പോൾ ജോൺ മുനി അവൾ കിടന്ന് ഉറങ്ങുന്നു. ഓക്കെ, മദ്യവെച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും വിചാരിച്ച് അടുത്തേക്ക് വന്ന് നോക്കുന്നതും ഓഹോ വേറെ ഒന്നുമല്ല, അവന്റെ കഴുത്ത് ആരോ മുറിച്ചിട്ടുണ്ട്. അവനെ ഒന്നും ചെയ്യാൻ കഴിയാതെ കഴുത്തിൽ കൈ വെച്ച് കിടക്കാണ്. ഹീറോയിൻ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പുറകിലത്തെ ആ ഒരു ഡോർ തുറന്ന് ജോൺ മുനിയെ കൊല്ലാനായിട്ട് വന്നല്ലോ, അവൻ ഒരു കോടാലി കൊണ്ടുവന്ന് ഇവനെ ഒരു ഒറ്റ വെട്ട്. എന്നിട്ട് ഹീറോയിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ ഇത് കണ്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടും. ആ കൊലയാളി ഹീറോയിനെ വെറുതെ വിടുന്നില്ല, അവളുടെ പിറകെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു കയറിൽ പിടിച്ച് പുറത്തേക്ക് വരുമ്പോൾ കൊലയാളിയും പിറകെ വന്നിട്ട് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും ആ ഒരു കയറിൽ പിടിച്ച് അങ്ങോട്ട് കേട്ട് ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിൻ കയറിൽ പിടിച്ച് നല്ല തണുത്ത ഒരു കമ്പിയിലേക്ക് കയറി അങ്ങ് പിടിച്ചു കൊടുക്കും. കാരണം ഈ കാറ്റിൽ അവളുടെ ഗ്ലൗസും തൊപ്പിയെല്ലാം പറന്നു പോയിരുന്നു. ഇപ്പോൾ ആ ഒരു കമ്പിയിൽ പിടിക്കുമ്പോൾ അവളുടെ കയ്യിൽ 2 വിരലും മാത്രം അതിലൊട്ടിപ്പോയി. എങ്ങനെയോ അതെല്ലാം വലിച്ചിളക്കിയിട്ട് ഈ കൊലയാളിയെ പുറത്താക്കി ഹീറോയിൻ അടുത്ത ആ ഒരു മുറിയിലേക്ക് കയറി ഡോർ അങ്ങടയ്ക്കും. അതുപോലെ അകത്തേക്ക് വന്ന ഉടനെ തന്നെ ഹീറോയിന്റെ ബോധം പോയിട്ട് അവൾ താഴെ വന്ന് വീഴുന്നതും പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് അവൾ ആലോചിച്ച് നോക്കുന്നു. എന്നിട്ട് അങ്ങനെ ചാടി നിൽക്കുമ്പോൾ അടുത്ത് ഡെൽഫി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പൈലറ്റ് ഉണ്ട്. ഹീറോയിൻ ചോദിക്കും, ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഡെൽഫി പറയും, നീ അവിടെ മയങ്ങി കിടക്കുമായിരുന്നു, നിന്നെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ അന്വേഷിച്ചു പോയ ജോൺ മുനി അവനെ ആരോ കൊന്നു, അവിടെ ഒരു കൊലയാളിയുണ്ട്, അവനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്, എങ്ങനെയോ രക്ഷപ്പെട്ട് ഞാൻ ഇവിടേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ആ കൊലയാളി ഈ സ്ഥലം വിട്ട് പോയിട്ടില്ല, അവൻ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്, എനിക്കൊരിക്കലും ഇവിടെ വിട്ട് പോകാനായിട്ട് കഴിയത്തില്ല. മരിച്ചുപോയ ജോൺ മുനി എന്ന് പറഞ്ഞിട്ട് അവന്റെ റൂമിൽ എന്തെങ്കിലും തെളിവ് കിട്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം എന്നും പറഞ്ഞ് ഹീറോയിൻ ആ ഒരു തോക്കും എടുത്ത് ഡെൽഫി ഉണ്ടല്ലോ അവനെ വിളിച്ചിട്ടാണ് ഇപ്പോൾ വെളിയിലേക്ക് പോകുന്നത്.
അങ്ങനെ ഹീറോയിൻ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ വീറൊരുത്തൻ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഹീറോയിൻ പെട്ടെന്ന് തോക്കെടുത്ത് കാണിച്ചിട്ട് മോനെ ആ കൈ ഒന്ന് പൊക്കിയെന്ന് പറയുന്നതും അവൻ പറയും ഞാനും പോലീസുകാരനാണ്, വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാഡ്ജ് എടുത്ത് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബാഡ്ജ് എടുത്ത് കാണിക്കുമ്പോൾ അവനൊരു FBI ഏജന്റ് ആണ്. അവന്റെ പേര് റോബർട്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല ഇവിടെ ഒരു കൊല നടന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നിങ്ങളുടെ സ്റ്റേഷൻ മാനേജറില്ലേ അയാളാണ് എന്നോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്, അതുകൊണ്ടാണ് അടുത്ത നാട്ടിൽ നിന്നും ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഹീറോയിൻ ഒരു സംശയം, FBI ഈ ഒരു കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് ആവാനായിട്ട് കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇതൊരു സാധാരണ കൊലയല്ല, അന്റാർട്ടിക്കയിലെ അതും ഈ ഒരു പകുതിയിൽ നടക്കുന്ന ആദ്യത്തെ കൊലപാതകമാണിത്. ഇപ്പോൾ രണ്ടാമതൊരെണ്ണവും നടന്നു, അതുകൊണ്ട് തന്നെ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ്. ഈ കേസിനെ പറ്റി മുകളിലുള്ള ആർക്കെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസർച്ച് സെന്ററും എല്ലാം ഇവിടെ മൂടുന്നൊരവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും നല്ലതുപോലെ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഹീറോയിൻ പറയും ശരി, എന്ത് തന്നെയായാലും നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടെ ബേസ് ക്യാമ്പിലേക്ക് പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഇരുട്ടി നല്ല മഞ്ഞും കാറ്റും വരും, അതുകൊണ്ട് ഫ്ലൈറ്റ് ഓടിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അവിടെ നിന്നും നേരെ ബേസ് ക്യാമ്പിലേക്ക് പോവാണ്. അതുമല്ല ഇവരങ്ങനെ പോകുമ്പോഴത്തേക്കും ആന്റൺ എന്ന് പറഞ്ഞ അവൻ ജോലി ചെയ്തിരുന്നൊരു ക്യാമ്പ് ഇതിനടുത്തായിട്ട് തന്നെയുണ്ട്. പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് പോവാന്നും പറഞ്ഞിട്ട് ഇപ്പൊ ആന്റൺ താമസിച്ചിരുന്ന ആ ഒരു ബേസിലേക്ക് വന്നിറങ്ങി അവന്റെ റൂമെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും അവന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും ഫോട്ടോ കാണുന്നുണ്ട്. കൂടാതെ വേറെ അവന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മാപ്പും ഇവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ മാപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ആ മാപ്പിൽ ഇവരെന്തോ അന്വേഷിക്കുന്നത് പോലെ അന്വേഷിച്ച സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളിലാണെങ്കിലോ മാർക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ ആ സ്ഥലത്ത് എന്തോ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവും. അപ്പോഴാണ് ഡെൽഫി അവിടെയെല്ലാം അന്വേഷിക്കുമ്പോൾ ഈ വെടിമരുന്നുകളെല്ലാം ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെൽഫി അറിയും അല്ല ഈ ജിയോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നവരെല്ലാം വലിയ ചുറ്റിയലും കോടാലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കയ്യിൽ വെച്ചേക്കുന്നത്, ഈ വെടിമരുന്നുകൾ എന്തിനാ ഇവർ കൊണ്ടു നടക്കുന്നത്? അപ്പോൾ ഹീറോയും പറയും ശരി ഇവിടെ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട്, നമുക്കത് എന്താണെന്ന് കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് ഇവർ ആ മാപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ എല്ലാം പോയി അന്വേഷിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ എല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കുന്നു, വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്, അത്രയും പ്രദേശവും പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോഴും അവിടെയുള്ള മഞ്ഞുകളുണ്ടല്ലോ അത് ഒരു പ്രത്യേക രീതിയിലാണ് മുകളിലേക്ക് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാൾ ഈ ഒരു ഐസ് എല്ലാം ഇളക്കിയിട്ടല്ലോ, അതുപോലെ ഈ ഐസിനടിയിൽ എന്തോ ഒരു കാര്യം അവർ തേടുന്നുണ്ട്. ഇത് മറ്റാർക്കും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ഇങ്ങനെ വാരിയിട്ട് മൂടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഐസെല്ലാം ഇങ്ങനെ കിടക്കുന്നത് എന്ന് ഹീറോയിൻ പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ എല്ലാം അന്വേഷിച്ച് അങ്ങനെ നടന്നു പോവാണ്. നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് വന്നങ്ങ് വീഴുന്നു. അങ്ങനെ ഇത് കണ്ട ഡെൽഫും റോബർട്ടും ഇവര് രണ്ടുപേരും ഓടി വന്ന ആ ഒരു കുഴിയിലേക്ക് നോക്കുമ്പോൾ ഹീറോയിന് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരും കയറിട്ട് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ഒരു കുഴിയുടെ മുകളിൽ നിന്ന് താഴെ വരെയും സൈഡിൽ രക്തം പറ്റിയിരിപ്പുണ്ട്. അങ്ങനെ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു എയ്റോപ്ലെയിനിന്റെ കതക് അവിടെ കാണുന്നത്. അപ്പോൾ ഇതായിരിക്കും അവർ കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലാക്കി ഇവർ ആ ഒരു കതക് തുറന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതൊരു കാർഗോ പ്ലെയിൻ ആണ്. എന്തായാലും നമുക്കറിയാം ഇത് സ്റ്റാർട്ടിങ്ങിന് നമ്മൾ കണ്ടതാണെന്ന്. ഇപ്പോൾ ഡെൽഫി ഈ ഒരു പ്ലെയിനിന്റെ പല ഭാഗങ്ങളും കണ്ടിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം പഴയ പ്ലെയിനാണ്, ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയത്, ഇതിപ്പോ നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ട് റഷ്യൻ വോൾക്ക ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അത് ഈ പ്ലെയിനകത്ത് ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇത് റഷ്യക്കാരുടേതായിരിക്കും എന്നിവർ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം ടോർച്ചടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് മരിച്ചെടുക്കുന്ന ആ ഒരു പട്ടാളക്കാരുടെ ശരീരമല്ലേ ഇവർ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരുടെ തലയിലെ ബുള്ളറ്റ് കൊണ്ടതുപോലെ മറ്റു ശരീരങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പൈലറ്റിന്റെ യൂണിഫോം ഇട്ട ഒരാളുണ്ട്. കൂടാതെ താഴെ തോക്കുകൾ കിടക്കുന്നു, പലയിടങ്ങളിലെ ബുള്ളറ്റ് കൊണ്ട പാടുകൾ. ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് ഹീറോയിൻ ഒരു വിധത്തിൽ മനസ്സിലാക്കും. അപ്പോഴേക്കാണ് നമ്മുടെ റോബർട്ട് അവിടെയെല്ലാം അന്വേഷിക്കുമ്പോഴത്തേക്കും ഡെൽഫി അറിയും അല്ല റോബർട്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് ഇവർ രണ്ടുപേരും റോബർട്ടിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് റോബർട്ട് പറയുന്നത് നമ്മൾ എന്താണോ അന്വേഷിച്ചു വന്നത് നമ്മൾ കുറെ ലേറ്റായി പോയി, കാരണം അവരെന്താണോ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് അത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് അവിടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഈ പെട്ടി തുറന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ രക്തമുണ്ട്. പക്ഷേ അത് ഫ്രഷ് ആയിട്ടുള്ള രക്തമാണ്, കാരണം കുറച്ചു നേരം ആയിട്ടുള്ളൂ ഈ രക്തം ഇവിടെ വീണിട്ട്. ഒരുപക്ഷെ ഇത് മരിച്ചുപോയ ആന്റണിന്റെ ആയിരിക്കാം എന്ന് ഹീറോയിൻ വിചാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ വന്നിട്ട് അവൻ ഈ പെട്ടി തുറക്കാനായിട്ട് എന്തെങ്കിലും കമ്പി ഉപയോഗിച്ച് ഇത് അടിച്ചിരിക്കാം. അതിനിടയിൽ ആ ഒരു കമ്പി കൊണ്ട് അവന്റെ കാല് മുറിഞ്ഞു. അപ്പോൾ കൂടെ വന്നവൻ അവൻ ഇവിടെ നിന്ന് വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് പുറത്ത് ആ ഒരു രക്തം നമ്മൾ കാണുന്നത്. ഇതായിരിക്കും ഇവിടെ സംഭവിച്ചത് എന്ന് റോബർട്ടിനോട് പറയുമ്പോഴത്തേക്കും അവൻ ഓ അങ്ങനെയാണല്ലേ എന്ന് ഒരു അത്ഭുതമല്ലാതെ ഒരു ആശ്ചര്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇത്രയും വലിയൊരു കേസ് അന്വേഷിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവന്റെ മുഖത്ത് അങ്ങനെ വലിയ ആശ്ചര്യമൊന്നും തോന്നില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ഒരു പ്ലെയിനിനെ പറ്റിയും ഇവിടെ നടന്ന കാര്യങ്ങളെ പറ്റി നേരത്തെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതെ എനിക്ക് ഒരു പ്ലെയിനിനെ പറ്റി നേരത്തെ തന്നെ അറിയാം. 2 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്നാരോ FBI കൺ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെന്ററിലേക്ക് വിളിച്ചിരുന്നു. എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും അല്ല ഈ കാര്യം എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ
ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മുകളിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവർ മുകളിൽ നിന്ന് താഴേക്ക് വീണ ഒരു കുഴിയുണ്ടല്ലോ, ആ ഒരു കുഴിയിലേക്ക് അവിടെയുള്ള മഞ്ഞെല്ലാം ഇടിഞ്ഞു വീണിട്ട് ഇപ്പൊ ആ ഒരു മഞ്ഞെല്ലാം ഈ ഒരു പ്ലെയിനുള്ളിലേക്ക് വീണ് ആ ഒരു വഴി അങ്ങ് അടഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്നിവർ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കാണ് റോബർട്ട് ഒരു ഐഡിയ പറയുന്നത്. ഇതുപോലെ പഴയ വിമാനങ്ങളിലെ എമർജൻസി സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു എസ്കേപ്പ് ഹാച്ച് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ മുകളിലുള്ള ഭാഗം പറന്നങ്ങ് പോവും. ഇപ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റിൽ മുകളിലുള്ള ഐസ് എല്ലാം മാറിയിട്ട് നമുക്ക് വെളിയിലേക്ക് പോയിട്ട് ഒരു വഴി എന്തായാലും കിട്ടും എന്നും പറഞ്ഞിട്ട് റോബർട്ട് ആ ഒരു ഹാച്ച് ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കാനായിട്ട് നോക്കാണ്. ഇവിടെ ഹീറോയിനും അതേപോലെ തന്നെ ഡെൽഫും രണ്ടുപേരും താഴെ തന്നെ ഇരിക്കുന്നുണ്ട്. അവരൊന്നും അന്വേഷിക്കുന്നില്ല. അങ്ങനെ അവസാനം ഇവരത് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഹീറോയിൻ തന്റെ കയ്യിലുള്ള ആ ഒരു വാക്കി ടോക്കി ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് ഇതിലുള്ള ചാർജ് വെച്ച് ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യും എന്ന് പറയുന്നതും അതിലുള്ള വയർ ഊരിയിട്ട് ഇതിന്റെ ആ ഒരു ചാർജറിലേക്ക് വെച്ച് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്നതും ഇവർ പറഞ്ഞതുപോലെ തന്നെ മുകളിലത്തെ ആ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി എന്തായാലും തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാർഗോ പ്ലെയിനിലുള്ള പെട്ടികളെല്ലാം ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കിയിട്ട് അതുവഴി ഇവർ നേരെ മുകളിലേക്ക് കയറുന്നു. എന്നിട്ട് ഇവർ വന്ന ആ ഒരു വണ്ടിയുണ്ടല്ലോ അതിലേക്ക് എല്ലാവരും കയറിയിരിക്കുന്നതും ഇത്രയും നേരം ഇത് ഓഫ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഓൺ ആവുന്നില്ല. ഇനി എന്ത് ചെയ്യുന്നാലോ ചെയ്യാനിരിക്കുമ്പോഴത്തേക്കാണ് റോബർട്ട് ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത വോഡ്ക ഉണ്ടല്ലോ അതെടുത്ത് കുടിച്ചിട്ട് കുറച്ചെടുത്ത ആ ഒരു വണ്ടിയിലേക്ക് ഇങ്ങനെ തളിച്ചിട്ടാണ് പറയുന്നത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നതും പെട്ടെന്ന് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും അവർ ആ ഒരു വിമാനം എടുത്തിട്ട് ഒരു വിധത്തിൽ ഇവരുടെ ആ ഒരു ബേസ് ക്യാമ്പ് ഉണ്ടല്ലോ അവിടേക്ക് തന്നെ തിരിച്ചു വരും. ഇവിടെ വരുമ്പോഴത്തേക്കാണ് മൊത്തത്തിലൊരു ബഹളം. എന്താന്ന് വെച്ചാല് ആ ഒരു കാറ്റ് നല്ലതുപോലെ അടിക്കുന്നത് കൊണ്ട് ഇവിടെ അടുത്ത ഷിഫ്റ്റിന് വന്ന ആളുകളുണ്ടല്ലോ അവരെ ഉൾപ്പെടെ ഈ ഒരു ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകാനായിട്ടാണ് ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. അതിനെപ്പറ്റി ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അതെ ആൾറെഡി രണ്ടുപേരും മരിച്ചു, കൂടാതെ ബാക്കിയുള്ളവരിൽ ഒരാൾ കൊലയാളിയാണ്. 6 മാസമായിട്ട് എല്ലാവരും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ ജീവന് ആര് ഉത്തരവാദിത്തം പറയും? അതുകൊണ്ടാണ് എല്ലാവരോടും ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ഓക്കെ ആന്റൺ നിന്ന് ആ ഒരു ക്യാമ്പിലെ രണ്ടുപേരും മരിച്ചുപോയി, ഇനി റൂബിൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും കൂടിയുണ്ട്, അവൻ്റെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനെ അന്വേഷിക്കാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ ക്യാമ്പുകളിലും അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആന്റൺ എന്ന് പറഞ്ഞിട്ട് അവൻ മരിച്ചല്ലോ, അതിന് മുന്നേ ഉള്ള ദിവസം ആരൊക്കെ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു റെക്കോർഡ് സിസ്റ്റത്തിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ദിവസത്തെ റെക്കോർഡ് മാത്രം അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ പറയും അങ്ങനെയാണെങ്കിൽ ആ വിമാനത്തിൽ നിന്നും ആന്റണി ആരോ തള്ളിയിട്ടാണ് കൊന്നിട്ടുള്ളത്, അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയലുകളെല്ലാം ആരോ നശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പൈലറ്റ് ടീമുമായിട്ട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറയും പക്ഷെ അതൊരിക്കലും നടക്കില്ല, ഇവിടെയുള്ള എല്ലാ ജോലിക്കാരെയും കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് എല്ലാവരും നിൽക്കുന്നത്, അതിനിടയിൽ ഇത് മാത്രം നടക്കില്ല എന്ന് പറയുമ്പോൾ ഹീറോയും പറയും ഓക്കെ ശരി, പൈലറ്റുമാരെല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞാലേ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയും എന്നും പറഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക്. കാരണം അവളുടെ കൈയാണെങ്കിൽ ആ കമ്പിയിൽ പിടിച്ചിട്ട് തണുത്തുറഞ്ഞു പോയല്ലോ, അത് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു സൂചി എടുത്ത് അവളുടെ 2 വിരലിലും കുത്തി കൊടുക്കും. പക്ഷേ അവളുടെ മുഖത്താണെങ്കിലോ ഒരു റിയാക്ഷനും ഇല്ല. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് വേറെ ഒന്നുമല്ല, സോറി കാരി നിന്റെ 2 വിരലും ചത്തുപോയി, ഇനി അത് മുറിച്ച് കളയാതെ നമുക്ക് വേറെ വഴിയില്ലാന്ന് പറയുമ്പോൾ ഹീറോയിന് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാൽ ഈ 2 വിരൽ കട്ട് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിലെ ഇൻഫെക്ഷൻ കൈ മുഴുവനായിട്ടും പടർന്നു പിടിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൈ മുഴുവനും ഇല്ലാണ്ടാവും, അതുകൊണ്ട് ഇതല്ലാതെ വേറെ വഴിയില്ലാന്നും പറഞ്ഞ് അവളുടെ 2 വിരലും ആ ഡോക്ടർ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു മഞ്ഞ് കാറ്റുണ്ടല്ലോ അത് നല്ല വേഗതയിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരോടും പെട്ടെന്ന് പോകാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ടെൻഷൻ വെളിയിലുണ്ട്. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ പെട്ടെന്ന് റൂമിലേക്ക് വന്നിട്ട് അവളുടെ ഡ്രസ്സെല്ലാം എടുത്തിടുമ്പോഴത്തേക്കും അവളെ കൊണ്ട് പെട്ടെന്ന് അത് ധരിക്കാൻ പോലും കഴിയുന്നില്ല. ഈ ദേഷ്യത്തിൽ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും അടിച്ച് നശിപ്പിച്ചിട്ട് അവൾ അവിടെ ഇരിക്കുന്നതും ഇപ്പോൾ റൂമിനകത്തേക്ക് FBI ഏജന്റ് ആയിട്ടുള്ള റോബർട്ട് ഉണ്ടല്ലോ അവൻ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവനെ എന്തായാലും നമുക്ക് ഹീറോ എന്ന് വിളിക്കാം. അപ്പോൾ ഹീറോ വന്നിട്ട് അവളോട് ചോദിക്കും അല്ല ഇന്നത്തെ ദിവസം മുഴുവൻ നീ എന്നെ ഒരു സംശയത്തോടെ എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഹീറോയിൻ ആ ഒരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുമല്ലോ, അതിൽ ഹീറോയിൻ അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഹീറോയിനും ഹീറോയിൻ്റെ ഒരു പാർട്ണറും രണ്ടുപേരും മയക്കുമരുന്ന് വെച്ചിരിക്കുന്ന ഒരുത്തനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. അപ്പോൾ അവർ പിടിക്കാൻ വന്ന ആ ഒരുത്തനുണ്ടല്ലോ ഹീറോയിനെ പിടിച്ച് അവിടുത്തെ കണ്ണാടിയിലേക്ക് ഇടിച്ച് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാണ്ട് ശ്രമിച്ചു. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ പാർട്ണർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോയി, എൻ്റെ പാർട്ണർ മരിച്ചു, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ആംബുലൻസ് അയക്കി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ ഹീറോയിൻ്റെ പാർട്ണർ ഈ മയക്കുമരുന്ന് സംഘത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് ആ കുറ്റവാളിയെ രക്ഷപ്പെടാനായിട്ട് സഹായിക്കുമായിരുന്നു. ഇത് ഹീറോയിൻ മനസ്സിലാക്കുന്നതും ആ പാർട്ണർ അവന്റെ പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോയിൻ തന്റെ തോക്കെടുത്ത് ആ ഒരു പാർട്ണറിനെ ഷൂട്ട് ചെയ്ത്
ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും അവൻ താഴേക്ക് വീണ് മരിക്കുമായിരുന്നു. ആ ഒരു ഒറ്റ സംഭവം കാരണം അവൾക്ക് ഇത്രയും ദിവസവും അത് മനസ്സിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് പാർട്ണറായിട്ട് വരുന്ന ആരെയും അവൾക്ക് അത്ര വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഹീറോയെയും ഇതുപോലെ ചോദിച്ചുകൊണ്ടേയിരുന്നത്, അതൊരു സംശയത്തോടെ തന്നെ. അപ്പോൾ നമ്മുടെ റോബർട്ട് അവളെ നോക്കിയിട്ട്, ഹേയ്, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ഒരു നല്ല പോലീസുകാരിയാണ് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ പെട്ടെന്ന് വാക്കി ടോക്കിലൂടെ വിളിച്ചിട്ട് നമ്മുടെ ഹീറോയിനോട് പറയും, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന റൂബിൻ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനെ കണ്ടുപിടിച്ചു. ഇപ്പോഴാണ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവൻ വെളിയിലേക്ക് പോയതെന്ന് പറയുന്നതും ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോറുകളെല്ലാം അടയ്ക്കാനുള്ള സ്വിച്ച് ഉണ്ടല്ലോ അതെല്ലാം പ്രസ് ചെയ്യാണ്. അതിനകത്തേക്ക് ഹീറോയിൻ കയറി ചെല്ലുമ്പോഴത്തേക്കും റൂബിൻ അതിനകത്ത് നിൽക്കുന്നു. എന്താന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ കത്തിയുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ പോലീസാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എന്നോട് പറയാനായിട്ട് പറയുമ്പോഴത്തേക്കും അവൻ ആദ്യം പേടിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ നിന്നെ സംരക്ഷിക്കാന്ന് പറയുമ്പോൾ അവൻ ഇപ്പോൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങാണ്. അതെ, ഞങ്ങളെല്ലാവരും ആ ഒരു മഞ്ഞ് തുറന്ന് ആ ഫ്ലൈറ്റിനുള്ളിലെ കാര്യം എടുക്കാനായിട്ട് പോയി. അതിനകത്ത് ചെല്ലുമ്പോൾ അതിലൊരു പെട്ടി മാത്രം നല്ല ഇരുമ്പ് പെട്ടിയായിരുന്നു, പൂട്ടെല്ലാം ഇട്ടിട്ട്. അത് തകർക്കാൻ വേണ്ടി ആന്റൺ ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവന്റെ കാല് ആ ഒരു കമ്പി കൊണ്ട് മുറിഞ്ഞത്. അപ്പോൾ ഞാൻ പോയിട്ട് ആന്റന്റെ കാല് എന്ത് പറ്റിയെന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ആ ഇരുമ്പ് പെട്ടിക്കുള്ളിലുള്ളത് വെളിയിലേക്ക് എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സഹായത്തിന് വേണ്ടി മുകളിൽ നിന്ന് ഒരാളെ വിളിച്ചു. അവൻ വരുന്നതിന് മുന്നേ എന്ന് പറയുന്നതും പെട്ടെന്ന് ഇവർ നിൽക്കുന്ന ആ ഒരു റൂമിന്റെ ഡോറ് പുറകിൽ നിന്ന് ആരോ ഒരാൾ തുറക്കുന്നു. അതാരാന്ന് വെച്ചാല് ആ ഡോക്ടറാണ്. ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ റൂബിൻ ഡോക്ടറെ തള്ളി മാറ്റി ആ ഒരു ഡോർ വഴി വെളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടം. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ അവന്റെ പിറകെ തന്നെ ഓടിയിട്ട്, റൂബിൻ ഓടരുത്, നീ എന്നോട് സത്യങ്ങൾ പറയണം, നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ പിറകെ തന്നെ ഓടുന്നുണ്ടെങ്കിലും അവൻ എവിടെ നിൽക്കാതെ ഓടി അവസാനം ഈ ഒരു ബിൽഡിങ്ങിലെ അവസാനത്തെ റൂമിലേക്ക് വന്ന് ഡോറും അടയ്ക്കും. എന്നിട്ട് ഈ ഒരു സ്നോ സ്യൂട്ടൊക്കെ ഉണ്ട് അതും എടുത്തിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് അവൻ റെഡി ആകുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഡോർ തുറക്കാൻ വേണ്ടി വെളിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം കാണുന്നത്, ഇവരെ കൊല്ലാമെന്ന ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ വെളിയിൽ നിന്ന് ഡോർ തുറക്കുന്നു. എന്നിട്ട് റൂബിന്റെ മുതുകിലേക്ക് ഒരു ഒറ്റ കൊത്ത്, എന്നിട്ട് അവനെ വലിച്ച് പുറകിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പോൾ റൂബിന്റെ കഴുത്ത് ഞെരിച്ച് അവനെ ആ ഒരു കൊലയാളി കൊല്ലുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നവന്. എന്നിട്ട് അവൻ അങ്ങനെ തിരിഞ്ഞു നോക്കുന്നതും ഹീറോയും പുറകിലൂടെ വന്ന് ഒരു ഷവലെടുത്തൊരു ഒറ്റയടി അവന്റെ തലയിലേക്ക് അടി കൊണ്ട് ആ ഒരു കൊലയാളി താഴെ വീഴുന്നതും ഇപ്പൊ അവനകത്തേക്ക് കൊണ്ടുവന്നിട്ട് മുഖം മൂടി മാറ്റുമ്പോഴാണ് അടുത്ത ടെസ്റ്റ്. ഇത് വേറെ ആരുമല്ല, ഞങ്ങൾ എന്ന് അന്വേഷിക്കത്തില്ലേ എന്ന് ചോദിച്ചാ ഹേഡൻ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഇവനെ കെട്ടിയിടുമ്പോഴത്തേക്കാണ് അവൻ ചോദിക്കുന്നത്, അല്ല കഴിഞ്ഞ തവണ കണ്ടപ്പോഴത്തേക്കും 10 വിരലുണ്ടായിരുന്നല്ലോ, 2 വിരൽ എവിടെ പോയെന്ന് കളിയാക്കി ചോദിക്കുമ്പോൾ ഹീറോയിൻ ഒരു വലിയ കത്രിക പോലെ എന്തോ ഒരു കാര്യം എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ വിരലിലേക്ക് വെച്ച് ആ ഒരു പ്ലെയിനിൽ നിന്നും നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഓരോ വിരലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുമെന്ന് പറയുമ്പോൾ അവൻ പേടിച്ചിട്ട് പറയും അതിന്റെ റൂമിൽ തന്നെ ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട്, ക്യാരി, ഇനി അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ആ കൊടുങ്കാറ്റ് അടുത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ട് പോകണം എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, പക്ഷെ ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത കാര്യങ്ങളില്ലാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹേഡന്റെ റൂമിലേക്ക് പോയിട്ട് അവന്റെ റൂം നല്ലതുപോലെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും അത് കാണുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ അവൻ കള്ളം പറഞ്ഞതാണെന്ന് വിചാരിച്ച് അവൾ നേരെ അവനെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു റൂമിന്റെ അടുത്തേക്ക് വന്നിട്ട് റൂം തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവനെ ആ ഒരു റൂമിനകത്ത് കാണാനില്ല. അങ്ങനെ തന്നെ തോക്കും എടുത്തിട്ട് അടുത്തുള്ള ഓരോ റൂമുകളായിട്ട് പരിശോധിച്ച് നോക്കാണ്. അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും ഡെൽഫി എന്ന് പറഞ്ഞ ആ ഒരു പൈലറ്റ് ഉണ്ടല്ലോ, അവന് നല്ലതുപോലെ പരിക്ക് പറ്റി താഴെ വീണ് നടക്കുന്നു. പെട്ടെന്നാണ് കാണിക്കുമ്പോൾ നമ്മുടെ റോബർട്ട് ഈ ബാൻഡേജും കാര്യങ്ങളെല്ലാം എടുത്ത് ആ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അവന്റെ നേർക്ക് തോക്ക് ചൂടുമ്പോഴത്തേക്കും അവൻ പറയും, ഇല്ല, അവന് പരിക്ക് പറ്റിയത് ഞാനും കണ്ടിരുന്നു, അതുകൊണ്ടാണ് ബാൻഡേജ് എടുത്തുകൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. ഇപ്പോൾ ഹീറോയിൻ വിചാരിക്കുന്നത് റോബർട്ടായിരിക്കും ഹേഡനെ രക്ഷപ്പെടാനായിട്ട് അനുവദിച്ചത് എന്ന് വിചാരിച്ചപ്പോൾ വേറെ വഴിയില്ല, ഇവന് ബാൻഡേജ് ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് ബാൻഡേജ് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ട് നമ്മുടെ ഡോക്ടറിനെ ഹീറോയിൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഡോക്ടറാണെങ്കിലോ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി വരുന്നു. ഈ സമയം കണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഇവരോട് പറയും, അല്ല നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് വാ, സമയമില്ല, ആ കാറ്റ് അടുത്തേക്ക് വരാനായിട്ട് ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമാണ് ഇനി ബാക്കി ഇത് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഡെൽഫി ഇല്ലാതെ ഇവർക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിയത്തില്ല, കാരണം അവ ഇതുവരെ മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഹീറോയും പറയും, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നതും വേറെ വഴിയില്ലാതെ ആ ഒരു ഫ്ലൈറ്റ് അതിൽ കയറിയ ആളുകളെയും കൊണ്ട് അവിടെ നിന്ന് പറന്നു പോകുന്നു. അപ്പോൾ ഇവർ മാത്രമേ ഇവരെ ബാക്കിയുള്ളൂ. ഇവിടെ ഹേഡൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊലയാളിയെ കാണിക്കുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്ന് ഇവിടെ നിന്നൊരു ഫ്ലൈറ്റും എടുത്ത് രക്ഷപ്പെട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനും റോബർട്ടും അവനെ പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഹേഡൻ ഇത് കണ്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് ആ ഒരു ഫ്ലൈറ്റിനകത്തേക്ക് കയറിയിട്ട് അവനെ പിടിക്കാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അതിനകത്ത് ആരെയും കാണുന്നില്ല. ഷെടാ, ഇവൻ എവിടെ പോയെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവൻ ഈ ഒരു വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ബിൽഡിങ്ങിനകത്തേക്ക് പോവാണ്. എന്താന്ന് വെച്ചാല്
അവൻ ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറിയിട്ട് അതിന്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അകത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. ഈ ഒരു മഞ്ഞ് കാറ്റുണ്ടല്ലോ അതിൽ പെട്ട് ഇവര് രണ്ടുപേരും മരിക്കും. അപ്പൊ ഇവർക്കിട്ട് കൊടുത്ത ഒരു മുട്ടം പണിയായിരുന്നു അത്. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു വിമാനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു കയറ് പിടിച്ച് ഈ ബിൽഡിങ്ങിനടുത്തേക്ക് വരികയാണ്. ഓടി വന്നിട്ട് അതിന്റെ ഡോർ തട്ടുമ്പോഴത്തേക്കും ഡോർ തുറക്കാൻ കഴിയുന്നില്ല, അത് ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഡോക്ടറെ വിളിക്കുമ്പോഴത്തേക്കും വെളിയിൽ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ ആ ഡോക്ടറിനും വെളിയിലുള്ള ഒരു കാര്യവും കേൾക്കാനും കഴിയത്തില്ല. കാണിക്കുമ്പോഴത്തേക്കും പുറകിൽ തന്നെ ഹേഡനുണ്ട്. ഒരു കോടാലിയും കൊണ്ടുവന്നിട്ട് ഇവരെ കൊല്ലാൻ ശ്രമിക്കാണ്. അവനകത്തില്ലായിരുന്നു. എന്നിട്ട് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കൊടും കാറ്റും അതിനിടയിൽ ഈ കൊലയാളി ഇവരെ കൊല്ലാനും വരുന്നു. എങ്ങനെയൊക്കെയോ ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത അവസാനം ഹേഡൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആ ഒരു ബെൽറ്റ് ഈ കയറിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാറല്ലോ, ആ ഒരു ബെൽറ്റ് അങ്ങ് കട്ട് ചെയ്ത് വിട്ടുകൊടുക്കുന്നതും ഹേഡൻ ആ ഒരു കൊടുങ്കാറ്റിൽ പറന്നങ്ങ് പോകുന്നു. അതുമല്ല അവൻ പറന്നു പോകുന്നതിന് മുന്നേ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗ് ഹീറോയിൻ അങ്ങ് എടുക്കും. അങ്ങനെ അവൻ ഈ ഒരു കാറ്റിനോടൊപ്പം പറന്നു പോകുന്നതും ഇവര് രണ്ടുപേരും ഈ കോടാലി ഉപയോഗിച്ചിട്ട് ആ ഡോർ എങ്ങനെയെങ്കിലും ഇടിച്ച് പൊളിച്ച് അകത്തേക്കായിരുന്നു. അങ്ങനെ അകത്തേക്ക് വന്ന ഇവര് രണ്ടുപേരും അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാഗ് തുറന്നു നോക്കി. അതിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് എടുത്ത് വെളിയിലേക്ക് വെക്കുമ്പോൾ ഒരു പൈപ്പ് പോലുള്ളൊരു കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്ര പേരുടെ ജീവൻ പോയത്. ഓക്കെ, ഇതിനകത്ത് എന്തായിരിക്കും എന്നും പറഞ്ഞിട്ട് അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറെ കളറ് മിഠായികളുണ്ട്. ഷെടാ ഇതെന്തോന്ന് എന്നും പറഞ്ഞ് ബാക്കിയുള്ളത് കൂടി തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്തും ഇതുപോലെയുള്ള ചോക്ലേറ്റുകൾ മാത്രമാണ്. അപ്പോഴാണ് റോബർട്ട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഹേഡനെ ഈ ബിൽഡിങ്ങിൽ മറ്റൊരു പാർട്ണർ ഉണ്ടാവും. അവന്റെ കയ്യിൽ യഥാർത്ഥ കാര്യങ്ങൾ കൊടുത്തിട്ട് ഇതില് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഈ മുട്ടായികൾ അവൻ നിറച്ചു. അതാണ് സത്യത്തിൽ നടന്നതെന്ന് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ ആ ഒരു സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചിട്ട്, സാർ ഫ്ലൈറ്റിൽ നിങ്ങൾ സാധനങ്ങൾ കയറ്റുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കയറ്റിയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കയറ്റിയിട്ടുള്ളത്, ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലാബിൽ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ശരി എന്തൊക്കെ കാര്യങ്ങൾ കയറ്റി അതിൻ്റെ ഒരു ലിസ്റ്റ് എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ലാബിനകത്തേക്ക് പോകും. അപ്പോൾ അവനാണെങ്കിലോ ആ ഒരു ഫാക്സ് ഈ ലിസ്റ്റിന്റെ അത് ഹീറോയിൻ അയച്ചു കൊടുക്കുന്നതും ഹീറോയിൻ അതെടുത്ത് പരിശോധിക്കുമ്പോൾ 2 ഐറ്റം മാത്രം ഈ ലാബിൽ നിന്ന് കയറ്റിയിട്ടില്ല. ആ ഒരു നമ്പറാണെങ്കിലോ 260. അങ്ങനെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ ആ ഒരു ലാബിനകത്തെ സ്റ്റോറേജ് റൂമുണ്ട് അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അത് വേറെ ഒന്നുമല്ല, ആന്റൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മഞ്ഞിൽ മരിച്ചു കിടന്നല്ലോ അവന്റെ ശരീരമാണ്. ഷെടാ ഇവന്റെ ശരീരം അതെന്ത് കാര്യമൊന്നും വിചാരിച്ചിട്ട് അവന്റെ ശരീരം പരിശോധിച്ച് നോക്കുമ്പോൾ അവന്റെ കാലിൽ ആ ഒരു തയ്യലിട്ടതുപോലെ തന്നെ വയറിലും വലിയൊരു തയ്യലുണ്ട്. അപ്പോൾ ഹീറോയും വിചാരിക്കും കാലിൽ മുറിഞ്ഞതിന് തയ്യലിട്ടത് ഓക്കെ, പക്ഷേ വയറിൽ മുറിഞ്ഞതിന് ഇത്രയും വലിയ തയ്യൽ എന്തിനാണ് എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ അവളുടെ കയ്യിൽ നോക്കുമ്പോഴത്തേക്കും അവളുടെ വിരൽ കട്ട് ചെയ്ത് അതിലും തയ്യലിട്ടിരുന്നല്ലോ ആ ഡോക്ടർ. ആ സ്റ്റൈലിലുള്ള തയ്യൽ തന്നെയാണ് ഇവന്റെ ശരീരത്തും ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് ഹീറോയിന് കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു വിമാനത്തിനകത്ത് വെച്ച് ആന്റന് പരിക്ക് പറ്റിയപ്പോഴത്തേക്കും അവന്റെ കാലിലെ മുറിവില് തയ്യലിട്ടത് ഈ ഡോക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ആന്റന്റെ ശരീരത്തിനുള്ളിൽ അവൻ എന്തോ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ആന്റന്റെ ശരീരം ഇവിടെ നിന്നും അടുത്ത നാട്ടിലേക്ക് അയച്ചിട്ട് നമ്മുടെ ടീമിനോട് ഈ ശരീരം നല്ലതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞത്. അങ്ങനെ എന്താണ് ഈ ഒരു വയറിനുള്ളിൽ എന്നറിയാൻ വേണ്ടി ഹീറോയിൻ ഇപ്പൊ ആ ഒരു ശരീരത്തിലെ തയ്യലെല്ലാം കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൈയിട്ട് ഓരോന്നെടുക്കുമ്പോഴത്തേക്കാണ് പാക്കറ്റായിട്ട് എന്തുകൊണ്ട് അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ അത് മൊത്തവും വൈരമാണ്. അപ്പോഴാണ് പുറകിൽ ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഡോക്ടറാണ്. ഇപ്പോൾ ഡോക്ടർ ഹീറോയിനോട് പറയുന്നുണ്ട്, അതെല്ലാം വൈരങ്ങളാണ്, അത്രയും വിലവെടുപ്പുള്ളത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, എന്താ ഡോക്ടർ ഇത്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് കള്ളം പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, പല വർഷമായിട്ട് ഈ ഒരു അന്റാർട്ടിക്കയിലെ ഈ ഭാഗങ്ങളിൽ ഡോക്ടറായിട്ട് തന്നെയാണ് ജോലി ചെയ്തത്. അതും ചെറിയ ചെറിയ ജോലികൾ ഇതെല്ലാം ചെയ്ത് തന്നെ തൻ്റെ ജീവിതം മടുത്തു. അപ്പോഴാണ് ആന്റന്റെ കാലിന് ഇതുപോലെ മുറിവ് പറ്റിയിട്ട് ഹെൽപ്പിന് വേണ്ടി എന്നെ അവിടേക്ക് വിളിച്ചത്. അവിടെ ചെന്ന് അവന്റെ കാലിലെ മുറിവിലെ തയ്യലിടുമ്പോഴത്തേക്കാണ് അവരെന്താണ് അവിടെ നിന്ന് എടുക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. 50 വർഷങ്ങൾക്ക് മുന്നേ മഞ്ഞിനടിയിൽ മൂടിപ്പോയ ഈ വൈരം ഇനി ആരും അന്വേഷിക്കാൻ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതെടുത്തു കഴിഞ്ഞാൽ ലൈഫ് തന്നെ സെറ്റിലാവും എന്നുള്ള പ്ലാനിലാണ് ഈ ഡോക്ടർ ഇതെല്ലാം ചെയ്തത്. അതിന് സഹായിയായിട്ട് ഹേഡനെയും ഡോക്ടർ വിളിക്കുമായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അതെല്ലാം ശരി, അതിനുവേണ്ടി ഇത്രയും ജീവൻ നിങ്ങൾ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, അതൊന്നും എൻ്റെ ഐഡിയ അല്ല, ഹേഡനല്ലേ അവൻ്റെ ഐഡിയ ആണ്. അവനാണ് പണത്തിന് ആഗ്രഹിച്ച് ഇത്ര പേരെ കൊന്നത്. ഞാൻ ആരെയും കൊല്ലണ്ടെന്ന് തന്നെയാണ് അവനോട് പറഞ്ഞത്. ഞാൻ ആർക്കും പരിക്ക് പറ്റാതെ ഇത് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. എന്നിട്ട് ആ ഡോക്ടർ പറയും, ഓക്കെ, ഇത് നമ്മളല്ലാതെ വേറെ ഒരാളും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച എൻ്റെ പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെടും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ നേരെ നടന്നു പോയിട്ട് ആ ഒരു ഡോറ് തുറന്ന് ആ ഒരു കൊടുങ്കാറ്റുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുന്നതും
ഡോക്ടർ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ കാണിക്കുമ്പോൾ ഈ മൊത്ത ക്യാമ്പിൽ നമ്മുടെ ഹീറോയിൻ, റോബർട്ട്, ഡെൽഫി ഇവര് 3 പേര് മാത്രമേ ഉള്ളൂ. കാരണം ഇവരിവിടെ നിന്ന് പോകാത്തത് കൊണ്ട് അടുത്ത 6 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് ഇനി ആള് വരാൻ പോകുന്നത്. അതുവരെ ഇവർ 3 പേരും ഇവിടെ തന്നെയാണ് കഴിഞ്ഞത്. അങ്ങനെ ഈ ഒരു 6 മാസം കഴിയുന്നതും ഹീറോയിൻ അവളുടെ ഈ ഒരു ജോലി തന്നെ ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആ ഒരു ലെറ്റർ അയക്കുന്നു. എന്നിട്ട് അവൾ കുറച്ച് കാറ്റ് കൊള്ളാന്ന് പറഞ്ഞ് ഈ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആകാശത്ത് അറോറ ലൈറ്റുകളുണ്ടല്ലോ, അതിങ്ങനെ കളറായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതും കണ്ട് അവിടെ നിൽക്കുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത ടീം വരുമ്പോഴത്തേക്ക് എന്തായാലും ഇവരെ 3 പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.